ഇന്നെ എത്രത്തോളം സങ്കടപ്പെടുത്തിയ ഒരു ടീം ഈ ഷോറൂമിന്റെ വർക്ക് എടുത്തപ്പോ ഇല്ല. നിങ്ങളൊരു സംരംഭകരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് പഠിക്കണം. അതായത് ഇദ്ദേഹത്തിന് ഞാനുള്ള ബന്ധം കുറെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ വർക്ക് എടുക്കണം, കംപ്ലീറ്റ് ടൈൽസ് കേട്ടോ, എല്ലാ സാധനവും നമ്മൾ വിളിച്ചു പറയും, സാധനം ഇവിടെ എത്തും. അങ്ങനെ ഈ ഷോറൂമിന്റെ ഏറ്റവും നമ്മളെ ലോബി ഫ്രണ്ട് ഏരിയ നല്ല ബ്രാൻഡ് ആയിക്കോട്ടെ, ബ്രാൻഡിന്റെ പേരൊന്നും ഞാൻ പറയില്ല, നല്ല ബ്രാൻഡ് ആയിക്കോട്ടെ, ബ്രാൻഡഡ് കമ്പനീന്റെ തന്നെ ഷക്കീർക്ക ഡയറക്റ്റ് സാധനമൊക്കെ ഇറക്കി കംപ്ലീറ്റ് നമ്മളെ ടൈൽസ് വിരിക്കലൊക്കെ കഴിഞ്ഞ് ആ ടൈൽസ് വിരിക്കൽ കഴിഞ്ഞപ്പോൾ അതിന്റെ മേലെ ഒരു ഷീറ്റ് ഇട്ടു, പാക്ക് ചെയ്ത പിന്നെ ആരും ടൈൽസ് കാണുന്നില്ലല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ഇനാഗ്രേഷൻ അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം മാറ്റി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് മേലെ നിന്ന് നോക്കുമ്പോണ്ട് ചില ടൈൽസുകൾ കളർ മാറി. സത്യത്തില് അവിടെയാണ് ഒരു സംരംഭകൻ തന്റെ കസ്റ്റമറോട് അല്ലെങ്കിൽ തന്റെ ക്ലയന്റിനോട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കണം. മാത്രമല്ല ഞാനും അതേ രീതിയിൽ നമ്മളെ കസ്റ്റമറെ വാല്യൂ കൊടുത്ത് അവരുടെ ബുദ്ധിമുട്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കിയെടുത്ത് അവരെ ഹാപ്പി ആക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മളും. അതേ രീതിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണപാഠം ഇതിൽ പഠിക്കാണ്ട്. അപ്പൊ അങ്ങനെ ഇത് ടൈൽസ് കളർ ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, ആർക്കാരും വിഷമം. എനിക്കാണെങ്കിൽ ഷക്കീർ ഖാനായിട്ടുള്ള ബന്ധം കൊണ്ട് ഇത് പറയാനും പോലല്ല, ഇത് ചെറിയൊരു കളിയല്ല, വലിയൊരു ഏരിയയാണ്. അപ്പൊ ഈ ലോബി ഇത് ഇദ്ദേഹത്തോട് പറഞ്ഞു പൈസ കൊടുത്ത് മാറ്റണമെങ്കിൽ മാത്രമല്ല ഇത് പണിയെടുക്കണ്ടേ, ടൈമില്ല, ആകെപ്പാടെ ടെൻഷൻ. ഞാൻ പിന്നെ ലാസ്റ്റ് തീരുമാനം എടുത്തു, ചിലപ്പോൾ ഫുള്ള് വൃത്തിയാക്കി വണ്ടി കയറ്റി അറിയൂല എന്നുള്ള തീരുമാനം. അപ്പൊ നമ്മൾ ആർക്കിടെക്ട് ഞാൻ അറിയാതെ എന്ത് ചെയ്തു, നിങ്ങൾ അറിയിച്ചിരിക്കാണ് വിഷയം. അങ്ങനെ ആ പ്രശസ്ത ബ്രാൻഡിന്റെ എക്സിക്യൂട്ടീവ്സ് ഇവിടെ വരികയാണ്, അവരിതൊക്കെ നോട്ട് ചെയ്തു. അങ്ങനെ ഇത് പ്രശ്നം തീരുന്നില്ല. അപ്പൊ ഞാൻ ബ്രാൻഡിന്റെ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കണം. അപ്പൊ ബ്രാൻഡിന്റെ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞു, സാറേ ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ ശരിക്കും ടൈൽസിന്റെ കവർ പൊട്ടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം നോക്കണമായിരുന്നു. ടൈൽസ് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ വിരിക്കൽ കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇത് എന്ത് ടൈല് കളർ എന്ത്, അല്ലെങ്കിൽ ഇത് ലേബർമാർ കാണണം. പക്ഷെ ആ മൈന്യൂട്ട് പ്രശ്നം അപ്പൊ കണ്ടെത്താനും കഴിയില്ല. അപ്പോൾ ബ്രാൻഡ് കയ്യൊയ്യാണ്. പിന്നെ ഞാനാണെങ്കിൽ ഒരാളെ ഒരു പ്രൊഡക്റ്റിനെ കുറ്റം പറയാം, ഇത്രയും ഒരു സംഭവം ഇവിടെ ചെയ്തിട്ട് ഒരാളെ നമ്മൾ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല, ഒരാൾക്ക് പ്രൊമോഷനും ചെയ്തിട്ടില്ല. ഇത് പ്രൊമോഷനായി നിങ്ങൾ കാണും വേണ്ട, ഇതിൽ ഒരുപാട് ഗുണപാഠങ്ങൾ മനസ്സിലാകേണ്ടവർക്കുണ്ട്, അല്ലാത്തവരെ എന്തോ പറയും. അങ്ങനെ ഈ ബ്രാൻഡും കൈവയാണ്, അത് കുഴപ്പമില്ല നിങ്ങൾ വെക്കോളി എന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയം വിട്ടു. പിന്നെ ഷക്കീർ കൈ വിവരറിഞ്ഞ് ഇവിടെ വരികയും ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എന്നോട് അറിഞ്ഞത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് കംപ്ലീറ്റ് മാറ്റണം എന്നാണ്. നിങ്ങളൊന്നും അറിയണ്ട, ടൈൽസും ഞാൻ മാറ്റാണ്, ഇത് ഫുൾ ഒട്ടിക്കുണ്ട്, ബ്രാൻഡ് അറിയുമെന്ന് പറഞ്ഞിട്ടാണ് ഷക്കീർക്ക് പണിയുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴത്തേന് ഇവരെ പ്രൊഫഷണൽ ടീം വരുന്നു, അവരിതൊക്കെ ഒട്ടിക്കണം. അപ്പൊ ഞാൻ പാക്കിൽ നോക്കുമ്പോൾ ആ ബ്രാൻഡിന്റെ പേരല്ല, അപ്പൊ ആ ബ്രാൻഡ് അല്ലല്ലോ ഇത് ക്ലിയർ ചെയ്യുന്നത്. ആ ബ്രാൻഡ് ക്ലിയർ ചെയ്യണമെങ്കിൽ ആ ബ്രാൻഡിന്റെ ടൈൽ തന്നെയാണല്ലോ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാനൊരു സാധനം വാങ്ങി, പക്ഷെ ആ ബ്രാൻഡ് കൈയൊഴിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല, നിങ്ങളത് കൈയൊഴിഞ്ഞില്ല. വളരെ വൃത്തിക്ക് ഒരു 4-5 ദിവസം കൊണ്ട് അടിച്ച് മിന്നിച്ച് ഇത് കംപ്ലീറ്റ് ഒട്ടിച്ച് കംപ്ലീറ്റ് ലൈനൊക്കെ ക്ലിയർ ചെയ്ത് കൈകാര്യം ചെയ്തു തന്നു. ഞാൻ ഇന്ത്യയിൽ ഒരു 100 രൂപ എക്സ്പെൻസ് വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താണ്, കരുവാര കൊണ്ട് എടുക്കുന്ന അൻഫിൽക്ക കൊച്ചിയിൽ വന്നൊരു ഷോറൂം ചെയ്യണം. ഇവിടെ ഒന്നും സാധനം കിട്ടാണ്ടല്ല ഗുരുവായൂർ കിടക്കുന്ന